ഏതാണ്ട് 40 മിനിറ്റിലകം നീണ്ട വാദം പൂർത്തിയായതിനു ശേഷമാണ് സുപ്രീം കോടതി സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചിന്റേതാണ് ഈ നടപടി. ഈ ഉപാധികളെല്ലാം വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. അത് തിരുവനന്തപുരത്തെ അഡീഷണൽ സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇക്കാര്യത്തിൽ ഈ തീരുമാനമെടുക്കേണ്ടത്. സിദ്ദീഖിനെ ഈ അന്വേഷണ സംഘം SIT അറസ്റ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോടതിയിൽ ഹാജരാക്കണം. ആ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകേണ്ടത്. ആ കോടതി മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ആ വ്യവസ്ഥകൾ കൂടി കോടതിക്ക് തീരുമാനിക്കാം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കൂ, ഇവിടെ ശ്യാം ദേവരാജ്, സാധാരണഗതിയിൽ പരാതി നൽകാൻ വൈകുന്ന അല്ലെങ്കിൽ 8 വർഷത്തിന്റെ ഒരു വൈകൽ എന്ന് പറയുന്നത് കോടതിയിൽ ഉന്നയിക്കുമ്പോൾ ഇവിടെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി 4.5 വർഷക്കാലം ഇതേക്കുറിച്ചൊക്കെ പഠിക്കുകയും അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിന്റെ കൂടി ഒരു ധൈര്യത്തിലാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്നത് എന്ന് അതിജീവിത പറയുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അങ്ങനെ ധൈര്യത്തോടെ പരാതി നൽകാൻ വന്നവർക്കൊപ്പം നിൽക്കുമെന്ന് സംസ്ഥാനം പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം എന്താണ്? സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ SITക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അന്വേഷണവുമായി അതിന്റെ സാങ്കേതികമായ രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യലെന്നത് ഇനിയും നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് അസംഭവ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്താലും ചോദ്യം ചെയ്താലും സിദ്ദീഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ വിട്ടയക്കുക എന്നതാണ് നടപടിക്രമം. അതായത് കസ്റ്റഡിയിൽ എടുത്താൽ 24 മണിക്കൂറാണ് പരമാവധി സിദ്ദീഖിനെ കസ്റ്റഡിയിൽ വെക്കാൻ SITക്ക് ലഭിക്കുന്ന സമയം. അതിനപ്പുറത്തേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ പോലും അടുത്ത 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതായത് മൊത്തം 48 മണിക്കൂറാണ് നിയമപരമായി തന്നെ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്താലും അന്വേഷണ സംഘത്തിന് SITക്ക് ലഭിക്കുക. പക്ഷേ അത്തരമൊരു നടപടിക്രമത്തിലേക്ക് ഇനി പോലീസ്, SIT, സർക്കാർ കടക്കുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ എടുത്താലും ജാമ്യം എന്നത് സുപ്രീം കോടതി തന്നെ നൽകിയിരിക്കുന്ന കാര്യത്തിൽ, രാജ്യത്തെ പരമോന്നത കോടതി തന്നെ നൽകിയിരിക്കുന്ന അവസരത്തിൽ മറ്റൊരു കടുത്ത നടപടിയിലേക്ക് ഒരിക്കലും സർക്കാരിനോ SITക്കോ പോലീസിനോ കടക്കുക എന്നത് സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കുക, കോടതി വ്യവസ്ഥകൾ തീരുമാനിക്കുക, ജാമ്യം ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനവും. ജാമ്യം നൽകുക, അതായത് സിദ്ദീഖിന് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യം ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 40ഓളം കേസുകൾ. ശ്യാം ദേവരാജ്, ഇനി അങ്ങോട്ടുള്ള കേസുകളുടെ നടപടിക്രമങ്ങളെ പോലും ബാധിക്കുന്ന ഒന്നായി ഇത് മാറും. കാരണം തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട് ഈ കേസിൽ. മറ്റു കേസുകളിലൊന്നും അത്രയും സാക്ഷിമൊഴികളോ തെളിവുകളോ ഹാജരാക്കാൻ പരാതിക്കാർക്ക് കഴിയുമോ എന്നത് സംശയമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പരാതിക്കാരിയുടെ കൈവശം തെളിവുകളുണ്ട്. SITക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. തെളിവെടുക്കാൻ അവർ പോയ ഹോട്ടലിൽ നിന്ന് രജിസ്റ്ററിലെ രേഖയടക്കം പല കാര്യങ്ങളും ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങളുമായി, സാക്ഷികൾ നൽകുന്ന മൊഴികളുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇക്കാര്യത്തിൽ 8 വർഷം എന്നതിന്റെ ആനുകൂല്യം ഈ സിദ്ദീഖ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വാദിഭാഗത്തിന് കഴിയാതെ പോയതാണോ ശ്യാം ദേവരാജ്? അങ്ങനെ വേണ്ട രീതിയിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയതാണ് കാരണം എന്ന് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന് സുപ്രീം കോടതി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് പരാതി നൽകാൻ ഇത്രയും വൈകി എന്നതാണ്. അത് കഴിഞ്ഞ 3 തവണയും ഒരേ ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനപ്പുറത്തേക്ക് സുജയ് ചൂണ്ടിക്കാണിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് 26 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റിക്ക് തൊട്ടു പിന്നാലെ വന്ന വെളിപ്പെടുത്തലുകളിന്മേൽ ഉൾപ്പെടെ ഏതാണ്ട് 14 കേസുകളും രജിസ്റ്റർ ചെയ്തു. ആകെ 40-ലധികം കേസുകളാണ് SIT സംസ്ഥാനത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് അനുബന്ധമായും രജിസ്റ്റർ ചെയ്തത്. ഇത്തരം കേസുകളിൽ ഏറ്റവും സുപ്രധാനമായ കേസാണ്, അല്ലെങ്കിൽ പ്രതി ആര് എന്ന് പുറത്തു വന്ന ഉന്നതനായ പ്രതി എന്നത് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് സിദ്ദീഖ് പ്രതിയായ കേസ്. യുവനടിയെ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു വന്ന കേസ്, അത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്, വളരെ വലിയ വ്യാപകമായി തന്നെ ചർച്ച ചെയ്ത ഒരു കേസ്. ആ കേസിൽ സുപ്രീം കോടതി തന്നെ, രാജ്യത്തെ പരമോന്നത കോടതികൾ തന്നെ ആ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു. അങ്ങനെ പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ മറ്റ് കേസുകളുടെ അവസ്ഥ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഹൈക്കോടതി തന്നെ
സുപ്രീം കോടതിക്ക് കീഴിലുള്ള ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടാണ് ഇതിൽ സ്വീകരിച്ചത്. കാരണം ഒരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിക്കുകയും അതിലൊരു വനിതാ ജഡ്ജി ഉൾപ്പെടുത്തുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണ്ണമായി പരിശോധിക്കുകയും അതിന്മേൽ മേൽനോട്ട ചുമതലയടക്കം ഏറ്റെടുക്കുകയും ചെയ്തു. ആ മേൽനോട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സർക്കാർ ഒരു ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 4.5 വർഷം അടയിരുന്നു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. കോടതി പറഞ്ഞാൽ കേസെടുക്കാമെന്ന ഒരവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ നേരത്തെ എത്തിയിരുന്നു. പക്ഷേ കോടതി പറഞ്ഞതിന് ശേഷം സംസ്ഥാന സർക്കാർ SIT അതിനനുസൃതമായാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി മറ്റുള്ള കേസുകളുടെ അവസ്ഥ എന്താകുമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. കാരണം ഏതെങ്കിലും ഒരു കേസിൽ സ്വാഭാവികമായും ബലാത്സംഗ കേസ് അടക്കമാണ് പല കേസുകളിലും ചുമത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ആണെങ്കിൽ പോലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും SITക്ക്. അങ്ങനെ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ എന്ത് സാഹചര്യം, അല്ലെങ്കിൽ അവർ അത്തരം ആളുകൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ സുപ്രധാനമായ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റു കേസുകളുടെ അവസ്ഥ എന്താകും എന്ന കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാ കേസുകളിലും ഒരു കാലതാമസമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ആ കാലതാമസം എന്നത് പ്രതികൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അതാണ് ഈ കേസിൽ അതിജീവിതമാരെ കൂടി വിഷമവൃത്തത്തിലാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പരമോന്നത കോടതി, രാജ്യത്തെ പരമോന്നത കോടതിയാണ് ആ നിലപാടെടുക്കുന്നത്. അതൊരു അന്തിമമായ നിലപാടാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു നിലപാട് പ്രതീക്ഷിക്കുകയും വയ്യ. പക്ഷേ ഹൈക്കോടതി അതിജീവിതമാരെ സംരക്ഷിക്കുക എന്ന ഒരു നിലപാടിൽ ആ കേസുകൾ അവർ സധൈര്യം മുന്നോട്ട് വരിക എന്ന സാഹചര്യം ഒരുക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു നിലപാട് വരുന്നത്. അത് ഒരു പ്രതിക്ക് അനുകൂലമായ നിലപാടായി വരുന്നത്. പ്രതി എന്നത് ശിക്ഷാ നിയമത്തിലെ ഏറ്റവും ഗുരുതര കുറ്റകൃത്യമായ ബലാത്സംഗം എന്ന കുറ്റം ചെയ്ത ഒരു പ്രതിക്കാണ്. അത് നടൻ സിദ്ദീഖിനാണ് അത് അനുകൂലമായി വരികയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മറ്റ് കേസുകളുടെ അവസ്ഥ എന്ത് എന്നത് നമ്മൾ ശ്യാം ദേവരാജ് തുടരുക.